ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സിംഗിൾപോട്ട് കുക്കിംഗ് ഹാക്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു കുമരകം പ്രോൺസ് കറിയാണ്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ ചിലരെങ്കിലും ഈ കറിയുടെ സ്വാദ് അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കാണാം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ഷാൽ വി മൂവ് ടു ദ കിച്ചൺ? ഈ പ്രോൺസ് കറിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പുളി ഒഴിക്കുന്നതിൽ ഒരു പ്രത്യേകതയുണ്ട്. അതുകൂടാണ്ട് കട്ടിയുള്ള തേങ്ങാപ്പാലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ വയ്ക്കാനായിട്ട് എന്നെ കാണിച്ചു തന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണ്. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ പ്രോൺസ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് ഒരു 20 ചെറിയ ഉള്ളി, 2 തണ്ട് വേപ്പില, 3 പച്ചമുളക്, 1.5 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി, പിന്നെ 2 ഉടമ്പുളിയാണ്, മീൻ്റെ പുളി. അത് ഞാൻ നല്ലോണം കഴുകി എടുത്തിട്ട് ഇതുപോലെ കീറി ഇടുകയാണ്. അതിൻ്റെ ഇതെല്ലാം നമ്മൾ ഇതുപോലെ കീറി എടുക്കുക. എന്നിട്ട് ഇനി നമുക്കിതിനെ തിളപ്പിക്കാനുണ്ട്. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട്, അതായത് 150 ml വാട്ടറാണ് ഒഴിച്ചത്. അത് വെച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇത് വെച്ചിട്ട് വരാം. ഇനി എടുത്തിരിക്കുന്നത് 1 കപ്പ് തേങ്ങ. ആ സമയം കൊണ്ട് നമുക്ക് ഈ ഉള്ളിയെല്ലാം ചെറുതായിട്ട് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞു വയ്ക്കാം. ഇഞ്ചി നീളത്തിലും അരിഞ്ഞെടുക്കണം. അപ്പോൾ ഈ ഉള്ളി എപ്പോഴും ഈ കറിക്ക് ചെറിയ ഉള്ളി തന്നെ എടുക്കുക കേട്ടോ. ഇതുപോലെ നീളത്തിൽ അരിയുക, പൊടി പൊടിയായിട്ട്. പിന്നെ മുളക് പൊടി അരിഞ്ഞിട്ട് നമുക്ക് എടുത്ത് വയ്ക്കാം. അപ്പോൾ നമ്മുടെ പുളി അവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് കണ്ടോ, ഇപ്പോൾ തിളച്ച് ഞാനിപ്പോൾ ഓഫ് ചെയ്യാണ്. 15 മിനിറ്റോളം ഇത് കിടന്ന് തിളച്ച് അതിൻ്റെ സത്തെല്ലാം പുറത്ത് വന്നു. ഇനി നമുക്കൊരു മൺചട്ടിയിൽ തന്നെ ഇത് പ്രിപ്പയർ ചെയ്യാം. ഈ ചൂടായ എണ്ണയിലോട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, ഇഞ്ചി, പച്ചമുളകും ഇട്ട് കൊടുക്കുക. അത് ഒന്ന് വഴന്ന് വരണം. അപ്പോൾ മൺചട്ടി ഇപ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അതിങ്ങനെ വഴറ്റുക. ആവശ്യത്തിന് ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് വഴന്ന് വരാൻ എളുപ്പമാണ് ഉള്ളി. അപ്പോൾ അത് ഒന്ന് വഴന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിനി ചേർക്കാനുള്ളത് മല്ലിപ്പൊടിയാണ്. അത് 1 ടീസ്പൂൺ ചേർക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റുക. ഇപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലോട്ട് മാറ്റി. മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് പൊടി ഇത് കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഈ സമയത്ത് നമ്മുടെ പുളിയുടെ ഇത്തിരി ചൂടെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഞാനത് നല്ലോണം കൈകൊണ്ട് തന്നെ അങ്ങ് തിരുമ്മി എടുക്കുകയാണ്. അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാനുണ്ട് ഈ സമയത്ത്. അതായത് പുളിയുടെ ആ കറുത്ത ഇതൊന്നും ഈ കറിയിൽ വീഴരുത് കേട്ടോ. പൊടിയായി പോയതുകൊണ്ട് അതൊന്നും വീഴരുത്. അതൊക്കെ മാറ്റി അരിപ്പയിൽ ഇതുപോലെ അരിച്ച് ആ സത്തെല്ലാം പിഴിഞ്ഞ് ഇതിലോട്ട് ഒഴിക്കുക. അപ്പോൾ നമ്മൾ പുളിവെള്ളം മാത്രമാണ് ഇപ്പോൾ ഈ കറിയിൽ ചെന്നിരിക്കുന്നത്. ഇനി ആ പുളി ഈ മസാലയിൽ കിടന്ന് അങ്ങ് തിളയ്ക്കുകയാണ്. ഇതൊന്ന് തിളച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് ഇപ്പോൾ കണ്ടറിയാൻ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ചെമ്മീന് ഇതിനോട് ഇട്ട് കൊടുക്കുക. അതായത് ചെമ്മീന് ഞാൻ അതിൻ്റെ നാരെല്ലാം കളഞ്ഞിട്ട് നല്ല വൃത്തിയാക്കിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ചുമന്ന ഭാഗമൊക്കെയാണ് അതിൻ്റെ കളി എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റാണ് കറിയിൽ ചെന്നാൽ. അതുകൂടി ഇടുക. ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതുകൊണ്ട് വെള്ളം അധികം പാടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആ 1 കപ്പ് പറഞ്ഞത്. 150 ml വാട്ടറിലാണ് പുളി തിളച്ചത്. കുറച്ച് വെള്ളം അതിൽ നിന്നും വറ്റിപ്പോയിട്ടുണ്ട്. എന്നാലും ഇത്രയും വെള്ളം മതി നമുക്ക്. ഇനി അത് അടച്ച് വെച്ചിട്ട് 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തതുകൊണ്ട്. അപ്പോൾ 15 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇത് നന്നായി തിളച്ച് എല്ലാം നല്ല പുളിയെല്ലാം പിടിച്ചിട്ടുണ്ട്. പുളി ഇതേപോലെ ഒഴിക്കുമ്പോൾ ഉള്ള പ്രത്യേകത പെട്ടെന്ന് പുളി പിടിക്കാൻ നല്ലതാണ് കേട്ടോ. ഇനി ഞാൻ കട്ടിയുള്ള തേങ്ങാപ്പാൽ, അതായത് 1 കപ്പ് തേങ്ങയുടെ പാലാണിത്. 1 കപ്പ് തേങ്ങാപ്പീരയിൽ 1 കപ്പ് നല്ല ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് മിക്സിയിൽ അടിക്കേണ്ടത്. മിക്സിയിൽ അടിക്കുമ്പോൾ ഒരു 4 മിനിറ്റോ 5 മിനിറ്റോ കഴിഞ്ഞിട്ട് മാത്രം അടിക്കുക. അല്ലെങ്കിൽ മിക്സിയിൽ പ്രഷർ വരും ചൂട് പെട്ടെന്ന് ചെല്ലുമ്പോൾ. അപ്പോൾ ഒന്ന് ആറിയ ശേഷം മാത്രം മിക്സിയിൽ അടിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല കട്ടിയുള്ള പാല് കിട്ടും. അതുകൂടി ചേർത്തിട്ട് ഇനി അധികം ഒന്നുമില്ല, ഇനി ഒന്ന് പയ്യെ തിള വന്നാൽ മതി. അപ്പോൾ ഞാനിത്
മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കുകയാണ്. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഒരു പിഞ്ച് ഉലുവ വറുത്ത് പൊടിച്ച് വെച്ചതാണ്. കുറച്ച് മാത്രം ചേർക്കുക കേട്ടോ, അധികം ചേർക്കരുത് ഉലുവ. ഒരു ലൈറ്റ് ഫ്ലേവർ മാത്രം മതി. അപ്പോൾ ഞാൻ ഇനി തീ അങ്ങ് ഓഫ് ചെയ്തു. അങ്ങനെ സ്വാദിഷ്ടമായ നമ്മുടെ കുമരകം പ്രോൺസ് കറി തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇനിയും രുചികരമായ വിഭവമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.